ഹായ്, ഞാൻ മെൽവിൻ, ഇന്റീരിയർ ഡിസൈനർ. നമ്മൾ നോക്കാൻ പോകുന്ന ഒരു സ്പായുടെ ഡിസൈനാണ്. അപ്പൊ ഈ സ്പായുടെ ലൊക്കേഷൻ വന്നിട്ടുള്ളത് കോഴിക്കോടാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്പായുടെ ലേഔട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നോക്കാം. പല പല സ്റ്റേജസിലൂടെയാണ് നമ്മൾ ഈ ഒരു സ്പായുടെ ലേഔട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സൈറ്റ് വന്നിട്ടുള്ളത് ഒരു ട്രയാങ്കിൾ ഷേപ്ഡ് സൈറ്റ് ആണ്. ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഒരു ഏരിയ ഏകദേശം ഒരു 1800 സ്ക്വയർ ഫീറ്റ് ആണുള്ളത്. ഈ ഒരു ഏരിയ എങ്ങനെയാണ് ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് അവർക്ക് വേണ്ടുന്ന ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ലേഔട്ട് ആയിട്ട് നമ്മൾ മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആയിട്ട് ക്ലയന്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു റിസപ്ഷൻ, ഒരു വെയിറ്റിംഗ് ലോഞ്ച്, അതുപോലെ തന്നെ നെയിൽ ആർട്ടിന് വേണ്ടുന്ന ഒരു ഏരിയ, ഹെയർ കട്ടിംഗ്, സ്പാ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഏരിയ, ഫേഷ്യൽ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഏരിയ, മസാജിങ്ങിന് വേണ്ടുന്ന ഒരു ഏരിയ. ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മളൊരു സോണിംഗ് ഡയഗ്രാമാണ് ഏറ്റവും ആദ്യം ചെയ്തത്. അപ്പൊ ഈ ഒരു സോണിംഗ് ഡയഗ്രാമിൽ ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആയിട്ടുള്ള റിസപ്ഷൻ ഏരിയ, പാൻട്രി ഏരിയ, സ്പാ ആൻഡ് മസാജിന് വേണ്ടുന്ന ഏരിയ, അപ്പൊ ഇങ്ങനെ പല സോണുകളായിട്ട് നമ്മൾ ഒരു ഏരിയനെ സ്പ്ലിറ്റ് ചെയ്യാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്തത്. സെക്കൻഡ് സ്റ്റേജ് നമ്മൾ ഈ ഒരു സോണിംഗ് ഡയഗ്രാമിന് അനുസരിച്ചിട്ടുള്ള ഒരു ബബിൾ ഡയഗ്രാം ആണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്തത്. ഈ ഒരു ബബിൾ ഡയഗ്രാമിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ലേഔട്ടാണ് നമുക്ക് കിട്ടുന്നത്. വെയിറ്റിംഗ് ലോഞ്ച്, റിസപ്ഷൻ ഡെസ്ക്, MD ക്യാബിൻ, പാൻട്രി, ഡിസ്പെൻസറി, ഹെയർ സ്റ്റൈലിംഗ്, നെയിൽ ആർട്ട്, ഇലക്ട്രിക്കൽ റൂം, പിന്നെ മസാജിങ്ങിന് വേണ്ടുന്ന റൂംസ്, പിന്നെ ഹൈഡ്രാ ഫേഷ്യലിന് വേണ്ടുന്ന റൂം, പെഡിക്യൂറിന് വേണ്ടുന്ന ഒരു ഏരിയ. അപ്പൊ അങ്ങനെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് നമുക്ക് ഈ ഒരു ബബിൾ ഡയഗ്രാമിൽ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ബബിൾ ഡയഗ്രാമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ലേഔട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ലേഔട്ട് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ സ്പായുടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ലേഔട്ട് വരുന്നത്. അപ്പൊ നമുക്ക് സ്പായിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് 2 ഡോറാണുള്ളത്. ഒന്ന് സ്റ്റെയർ കേസിലൂടെ വരുന്നതിനായിട്ടുള്ള ഒരു ഡോറും, പിന്നെ ഒന്ന് ലിഫ്റ്റ് എൻ്റർ ചെയ്യണം നമുക്കുള്ളത്. സ്പായിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു റിസപ്ഷൻ ഡെസ്കും ഒരു വെയിറ്റിംഗ് ലോഞ്ചും നമുക്ക് കാണാനായിട്ട് പറ്റും. റിസപ്ഷൻ ഡെസ്കിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഒരു നെയിൽ ആർട്ടിന് വേണ്ടുന്ന ഒരു സെക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നെയിൽ ആർട്ട് സെക്ഷനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഒരു ഇലക്ട്രിക്കൽ റൂം ചെയ്തിട്ടുണ്ട്. ഈ ഇലക്ട്രിക്കൽ റൂമിലാണ് നമ്മൾ DV, അതുപോലെ തന്നെ ഇൻവെർട്ടർ, CCTV റെക്കോർഡിംഗ് ഒക്കെ നമുക്ക് അവിടെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നെയിൽ ആർട്ട് സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ കടക്കുന്നത് പിന്നെ ഹെയർ സ്റ്റൈലിംഗ് ഏരിയയിലോട്ടാണ്. ആ ഏരിയയിൽ നമ്മളൊരു വെയിറ്റിംഗ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 ചെയറോളം നമ്മൾ ഹെയർ കട്ടിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കിടക്കുന്നത് ഹൈഡ്രാ ഫേഷ്യലിന്റെ ഒരു ഏരിയയിലോട്ടാണ്. 2 ബെഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ പെഡിക്യൂറിന് വേണ്ടുന്ന ഒരു ഏരിയയാണ് വരുന്നത്. ഏറ്റവും കോർണറിലായിട്ട് നമ്മൾ ഹെയർ കട്ട് ചെയ്തിട്ടുള്ള വേസ്റ്റ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു സ്റ്റോറേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 3 റൂമാണ് നമ്മൾ മസാജിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മസാജിങ് റൂമുകൾക്കെല്ലാം തന്നെ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്തിങ് ഫെസിലിറ്റി കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മസാജിങ് റൂമിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഒരു പാൻട്രി ഏരിയ വരുന്നുണ്ട്. ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ ഈ ഒരു പാൻട്രി ഏരിയയിൽ തന്നെയാണ് നമ്മൾ ഡിസ്പെൻസറി ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് MDക്ക് വേണ്ടുന്ന ഒരു ക്യാബിനും കൂടെ കൊടുത്തിട്ടുണ്ട്. സ്പായുടെ കളർ കോമ്പിനേഷൻ ആണ് നമ്മളൊരു കോസി ഫീലുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് നമ്മൾ ഈ ഒരു സ്പായ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു വീഡിയോയിൽ ഇതിന്റെ അടുത്തൊരു പ്രോഗ്രസ് ആയിട്ട് നമുക്ക് കാണാം. അതുവരെയും ബൈ.